വിവിധ മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സ്വാഭാവിക പ്രണയങ്ങളുണ്ട്. എന്നാൽ യുക്തിപരമായി ചിന്തിച്ചാൽ പ്രണയ വിവാഹങ്ങൾക്ക് ഒരു അനുപാതമുണ്ടാകും. വിദ്യാഭ്യാസ നിലവാരവും സംസ്കാരവും പരിഗണിച്ച് ഈ അനുപാതം ഏറെക്കുറെ ഒരുപോലെയായിരിക്കണം. 10 ക്രിസ്ത്യൻ യുവതികൾ 10 ഹിന്ദു യുവാക്കളെ വിവാഹം കഴിച്ചു എന്നിരിക്കട്ടെ. ജനസംഖ്യ അനുപാതം മാറ്റിവെച്ചാൽ എല്ലാ മതങ്ങളിലും ഈ അനുപാതം ഉണ്ടാകണം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിലെ പെൺകുട്ടികൾ എല്ലാ അനുപാതങ്ങളെയും തെറ്റിക്കും വിധം കൂടിയ എണ്ണം പേർ മുസ്ലിം യുവാക്കളെ വിവാഹം കഴിക്കുന്നു. അതേസമയം ചുരുങ്ങിയ എണ്ണം മുസ്ലിം പെൺകുട്ടികൾ മാത്രം മറ്റു മതസ്ഥരെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അസ്വാഭാവികതയുണ്ട്. ആസൂത്രിതവും സംഘടിത സ്വഭാവത്തോടെയുമുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ കേരളം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പിന്നീട് വിലപിക്കേണ്ടി വരും. ബിസിനസ്സുകൾ പിടിച്ചെടുക്കുന്നതും കള്ളപ്പണമൊഴുക്കി ഭൂമി കൈയടക്കുന്നതും മയക്കുമരുന്ന് സുലഭമാക്കി യുവജനങ്ങളെ മുഴുവൻ അടിമകളാക്കി തകർക്കുവാൻ നോക്കുന്നതും മാത്രമല്ല, പറഞ്ഞു മയക്കിയും പ്രണയക്കെണിയിൽ മുക്കിയും കുട്ടികളെ വശത്താക്കുന്നതിനെയും മലയാളികൾ ജിഹാദ് എന്ന് വിളിക്കും. നാർക്കോട്ടിക് ജിഹാദില്ല, ബിസിനസ് ജിഹാദില്ല, ലവ് ജിഹാദില്ല എന്നൊക്കെ ഇസ്ലാമിസ്റ്റുകളും അവരുടെ കുഴലൂത്തുകാരും എത്രയധികം ആവർത്തിച്ചാലും അല്പം ബോധമുള്ളവർക്ക് ഇത് ചിന്തിച്ചാൽ മനസ്സിലാകുമെന്ന് തീർച്ച. ലവ് ജിഹാദ് എന്ന പദമല്ല ഇവിടെ പ്രശ്നം. മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അന്വേഷണവുമായി മുന്നോട്ടു പോകാത്ത അധികാരികളുടെ മൗനമാണ്. യൂറോപ്പിലെ പെൺകുഞ്ഞുങ്ങളെ നിഷ്കരണം നശിപ്പിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സൃഷ്ടിയായ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ കേരളത്തിലും നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന സത്യം വൈകിയെങ്കിലും കേരളം മനസ്സിലാക്കണം. യൂറോപ്പിലെ വെള്ളക്കാരായ പെൺകുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അഴിച്ചുവിട്ട പീഡന പരമ്പരകളും ലഹരിമരുന്ന മാഫിയകളെയും വോട്ട് ചോരുമോ എന്ന ഭീതിയിൽ സർക്കാർ മറച്ചുപിടിച്ചപ്പോൾ തകർന്നത് ഒരു തലമുറയാണ്. ഒട്ടനേകം അമ്മമാരുടെ പ്രതീക്ഷയാണ്. ഇനിയെങ്കിലും കേരളം വൈകിക്കൂടാ. വളരെ ഗൗരവമായി സർക്കാരും അന്വേഷണ ഏജൻസികളും ഈ വിഷയത്തിൽ ഇടപെടണം. ഇതിനെതിരെ രംഗത്ത് വരണം.